See, our today's topic for consideration is soft skill training with a Christian perspective. നമ്മുടെ ഇന്നത്തെ ഈ പരിശീലന പരിപാടിയുടെ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ വീക്ഷണത്തിൽ ഉള്ള നമ്മളുടെ കഴിവുകളെ വൈദഗ്ധ്യങ്ങളെ വർദ്ധിപ്പിക്കുക എന്നതാണ്. So, it's a training program. ഇതൊരു പരിശീലന പരിപാടിയാണ്. Actually, we are starting a training. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു പരിശീലന പരിപാടി തുടങ്ങുകയാണ്. So that means you are going to play the major role. That's what I want to tell you. അപ്പോൾ ഈ ട്രെയിനിങ് പരിപാടിയിൽ നിങ്ങൾക്കാണ് പ്രധാനപ്പെട്ട റോൾ ഉള്ളത്. നിങ്ങളുടെ പങ്കാണ് പ്രധാനപ്പെട്ടത്. It's a participatory approach. ഇതൊരു നമ്മൾ ചേർന്ന് പരസ്പരം ചേർന്നുള്ള ഒരു സമീപനമാണ്. So my role or our role will be very minimum, and then we are going to encourage you to come forward and to participate. പരിശീലകന്റെ അല്ലെങ്കിൽ ട്രെയിനറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുറവായിരിക്കും. നിങ്ങൾ ആണ് മുമ്പോട്ട് വന്ന് നിങ്ങൾ തന്നെ ചെയ്താണ് ഇത് പഠിക്കുന്നത്. So be attentive, be alert, but be relaxed. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക, അതുപോലെ വളരെ ജാഗ്രതയോടെ ഇരിക്കുക, എത്രയും ശ്രദ്ധയോടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. Some of you may be wondering, we are not studying the Bible. Generally, all the youth program will start with the Word of God and will go about. ഒരുപക്ഷെ നിങ്ങളിങ്ങനെ അത്ഭുതപ്പെടുന്നുണ്ടാവും. നമ്മൾ സാധാരണ യുവജന പരിപാടികളിലൊക്കെ പെട്ടെന്ന് ബൈബിളിൽ നിന്ന് നമ്മൾ തുറന്ന കുറേ വാക്യങ്ങളൊക്കെ വായിച്ച് അങ്ങ് പഠിക്കുന്ന രീതിയാണ്. അത് അങ്ങനെ അല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. But we'll be going little bit in the reverse order. We'll start about the soft skills and then we'll see the soft skills through the eyes of the scripture. അതുകൊണ്ട് നമ്മളൊരു വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഇതിനകത്ത് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയ ശേഷം പിന്നെ ദൈവവചനം എങ്ങനെയാണ് അത് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ പിന്നെ നോക്കുന്നതാണ്. So now you should know what is a soft skill. What are soft skills? നമുക്ക് ഇപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സോഫ്റ്റ് സ്കിൽ അഥവാ ഈ നമ്മുടെ You can use the word soft skill. ഓക്കെ, സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് It's difficult in Malayalam. It's easy in English. വൈദഗ്ധ്യം എന്നാണ് നമ്മൾ സ്കില്ല് ഉപയോഗിക്കുന്നത്. നൈപുണ്യ നമ്മൾ അതിനെ കൊള്ളോക്കിലല്ല ഈ നമ്മുടെ നൈപുണ്യങ്ങൾ എങ്ങനെയാണ് വർദ്ധിപ്പിക്കാം എന്നുള്ള. So it is very difficult to define very precisely, but it can be explained. ഇതങ്ങനെ വളരെ കൃത്യമായിട്ട് അതിനെ നമുക്ക് അങ്ങോട്ട് നിർവചിക്കുവാനായിട്ട് കഴിയില്ല, എങ്കിലും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. Yesterday night I came to our brother Mathew's house. ഇന്നലെ രാത്രി ഞാൻ മാത്യു സൗറിന്റെ വീട്ടിലെത്തി. And he is alone there. His wife is not there. താൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. His wife has gone to Bangalore. Yes. So, and he was providing me food. അങ്ങനെ എനിക്ക് ഭക്ഷണം ഒരുക്കി തന്നു. So morning he gave me nice puttu. രാവിലെ പുട്ടുണ്ടാക്കി കൊടുത്തു. So the first time that I saw puttu in the different attire. ഒരു പ്രത്യേക പാത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ അത് പ്രസന്റ് ചെയ്ത് കാണുന്നത്. So I usually have seen pipe puttu. സാധാരണ നമ്മൾ ആ ഒരു ട്യൂബിനകത്ത് അങ്ങനെ ഉണ്ടാക്കുന്ന രീതിയിലാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ So this time he gave me some ചിരട്ട പുട്ടു. ചിരട്ടയ്ക്കകത്ത് പുട്ടുണ്ടാക്കി കൊടുത്തു. Yes, I took photographs and I took some and I sent to my wife so that she will also make this ചിരട്ട പുട്ടു. ഇവിടെ എത്ര പേർക്ക് അറിയാവുന്ന ചോദിച്ചു. അങ്ങനെ so he said that he can make wonderful puttu, but I asked him about sambar. പുട്ടുണ്ടാക്കുന്നതിനെ പറ്റി അദ്ദേഹം നന്നായിട്ട് പറഞ്ഞു. പക്ഷെ സാമ്പാറിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ he said I can make sambar, but it is sambar like. It may not be sambar. സാമ്പാർ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ സാമ്പാർ പോലെ സംതിങ് എന്നാണ് പറഞ്ഞത്. So he said that his wife is an excellent cook and she will cook very delicious sambar. തന്റെ ഭാര്യ നന്നായിട്ട് സാമ്പാർ ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ് എന്ന് പറയുകയുണ്ടായി. So brother is making sambar
And sister is making sambar, but sister makes delicious sambar, but he makes only sambar like. അതെ, എൻ്റെ ഭാര്യ നന്നായിട്ട് സാമ്പാർ ഉണ്ടാക്കും, അതുപോലെ താനും ഉണ്ടാക്കും. പക്ഷേ ഉണ്ടാക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം, ഒരാളുടേത് വളരെ സ്വാദിഷ്ടമാണ്, മറ്റത് അതുപോലെ അങ്ങനെ ഒരു സാമ്പാർ പോലെ ഒരു സാധനം എന്നേ ഉണ്ടാവും. Scientifically, both of them are using same ingredients, same procedure, but sister can make sambar, but he can make only sambar like. ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ രണ്ടുപേരും ഒരേ സാധനം, അതെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എല്ലാം സെയിമാണ്. പക്ഷേ ഒരാളത് വളരെ മനോഹരമായിട്ട് വൈദഗ്ധ്യത്തോടു കൂടി ഉണ്ടാക്കും, മറ്റേ ആൾക്ക് അത്രയും അതിനുള്ള കഴിയുന്നില്ല. So the difference between sambar and sambar like is a soft skill. അപ്പോൾ ഇതാണ് നമ്മൾ ഈ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാനുള്ളത്. ഈ ഒറിജിനൽ സാമ്പാറും അത് സാമ്പാർ പോലെയുള്ളതും തമ്മിലുള്ള വ്യത്യാസമാണ്. The skill involved in sambar making differs. That difference is the skill, soft skill. നമുക്കറിയാം, അത് ഉണ്ടാക്കുന്നതിനുള്ളതായ കഴിവ് ആളുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ കഴിവ്, വ്യത്യസ്തമായ കഴിവിനെയാണ് നമ്മൾ സോഫ്റ്റ് സ്കില്ല് എന്ന്. So now our brother Rajkumar is here, and I know him for the past 30+ years. രാജ്കുമാർ സോദരൻ നമ്മുടെ ഒപ്പം ഉണ്ട്. അദ്ദേഹത്തെ എനിക്ക് 35 കൊല്ലമായിട്ട് അറിയാം. So he is a very good doctor. താനൊരു വളരെ നല്ല ഒരു ഡോക്ടറായിട്ടാണ് അറിയപ്പെടുന്നത്. And people like to go to him. ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോവാറുണ്ട്. So because he looks at the patient and he talks to them and he soothes them and he gives medicine. By the time that he prescribes medicine, the patient feels like healed. താൻ രോഗികൾ വരുമ്പോൾ അവരോട് സംസാരിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവരോട് വിവരങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് താൻ ആ കുറിപ്പടി എഴുതുന്ന സമയം കൊണ്ട് തന്നെ രോഗികൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണുവാനായിട്ട്. But some doctors are there, they will not look at you. എന്നാൽ ചില ഡോക്ടർമാര് രോഗിയുടെ മുഖത്ത് നോക്കുന്നതിന് പോലും തയ്യാറെടുക്കാതെ they even close their eyes like this and they will just hear your symptoms and then they will prescribe and they will give. ചില ഡോക്ടർമാര് രോഗിയെ നോക്കുക പോലും ഇല്ലാതെ കുനിഞ്ഞിരുന്ന് കേട്ട എന്തെങ്കിലുമൊക്കെ എഴുതി അങ്ങ് കൊടുക്കുന്ന പോലെയാണ് നമ്മൾ കാണാറുള്ളത്. So Rajkumar's prescription and the other prescriptions are almost the same and the healing process is also same, but to whom will you go? രണ്ട് ഡോക്ടർമാരുടെയും, രാജ്കുമാർ സോദരൻ്റെയും മറ്റേ ഡോക്ടറുടെയും രീതികൾ മരുന്നുകൾ ചിലപ്പോൾ ഒരുപക്ഷെ ഒന്നായിരിക്കും, അതുപോലെ തന്നെ സൗഖ്യമാക്കുന്നതിനുള്ള പ്രാപ്തിയും ശരിയായിരിക്കും. പക്ഷേ ആളുകൾക്ക് കൂടുതൽ താല്പര്യം ആരോടായിരിക്കും? So because Dr. Rajkumar smiles at you, looks at you into your eyes, and he inquires your family details. He even inquires your studies. He inquires, so he makes you feel comfortable in his presence. ഡോക്ടറുടെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുകയും നമ്മുടെ വിവരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും നമ്മളോട് വളരെ സൗമ്യമായി ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ, ഡോക്ടർ രാജ്കുമാർ ചെയ്യുന്നത് പോലെ ചെയ്യുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാനുള്ള താല്പര്യം വർദ്ധിക്കുകയാണ്. So to some doctors you cannot speak. ചില ഡോക്ടർമാരോട് നമുക്ക് സംസാരിക്കുന്ന ഭയമുണ്ട്. If you say something, he will ask this question: Are you a doctor or am I doctor? ചില ആളുകൾ ഞാനാണ് ഡോക്ടർ, നിങ്ങളാണ് ഡോക്ടർ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക, just listen. So that difference is nothing but soft skill. ഈ വൈരുദ്ധ്യമാണ്, ഈ വ്യത്യാസമാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്ന ആശയത്തിന്റെ പുറകിലുള്ളത്. So actually the subject mathematics is very difficult for most of the people, almost all over the world. ലോകം മുഴുവനും അനേക ആളുകൾക്കും മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വിഷയം, കണക്കെന്ന് പറയുന്ന വിഷയം വളരെ പ്രയാസമേറിയ ഒരു കാര്യമായിട്ടാണ്. So a survey was conducted among these LKG UKG students about these mathematics teachers, and when they were asked to draw pictures, these kids, most of them, they drew picture like this, the mathematics professor with two horns. LKG UKG പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് അവരുടെ മാത്തമാറ്റിക്സ് ടീച്ചറിനെ പറ്റി ചോദിക്കുകയും അവരുടെ ഇടയിൽ ഒരു സർവേ നടത്തുകയും ചെയ്ത ശേഷം അവരുടെ ടീച്ചറുടെ പടം വരച്ചപ്പോൾ അവരുടെ മാത്തമാറ്റിക്സ് ടീച്ചറുടെ പടം രണ്ട് കൊമ്പൊക്കെ ഉള്ള ആളുകളായിട്ടാണ് വരച്ചു വെച്ചത്. So that is the attitude that the children have towards the mathematics teachers. So കൊച്ചു കുട്ടികൾക്ക് പോലും അങ്ങനെ ഒരു മനോഭാവമാണ് മാത്തമാറ്റിക്സ് സാർമാരോട് അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നവരോടുള്ളത്. So we are frightened to approach the mathematics teachers because
the way they talk to you, they can make you feel small. പലപ്പോഴും മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന സാറന്മാരുടെ അടുത്ത് പോകാൻ ആളുകൾ ഭയപ്പെടുന്നു. കാരണം അവരുടെ സംസാര രീതികളൊക്കെ നമ്മളെ അങ്ങ് ചെറുതാക്കുന്ന, നമ്മളെ അങ്ങ് കൊച്ചാക്കുന്ന പോലെ ഒരു ഫീലിംഗ് നമുക്ക് വരാറുണ്ട്. So I did my PhD. Even in PhD we have mathematics. So I was also felt like that. I was very uncomfortable to meet my teacher. PhD. I did PhD. Even at that PhD level you have mathematics. അതെ, നമ്മുടെ ബ്രദർ ഒരു PhD എടുത്ത ആളാണ്. താൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും PhDക്ക് പോലും മാത്തമാറ്റിക്സിന്റെ പേപ്പർ ഉള്ളതുകൊണ്ട് ആ സമയത്ത് വളരെ അസ്വസ്ഥനായിരുന്നു, പ്രയാസം അനുഭവിച്ചു എന്നാണ് പറഞ്ഞത്. So mathematics and statistics were very difficult, but I failed, and a couple of times I failed, and then somehow I passed later. പലപ്പോഴും ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അതിൽ തോറ്റു പോവുകയുണ്ടായി. എന്നിട്ടും വീണ്ടും പരിശ്രമിച്ചാണ് ഞാൻ വിജയിക്കാനിടയായത്. So one day I picked up conversation with my mathematics teacher. ഒരു ദിവസം ഞാൻ എൻ്റെ കണക്ക് സാറുമായിട്ട് സംസാരിക്കുവാനായിട്ടിടയായി. So he's no more. His name is Selvin Jabaraj. That's his name. Oh, he was almost like a terror to many people. But on that particular day, he was very soft and kind to me. And he told me, Selvin. തന്നെ മാത്സ് പഠിപ്പിച്ച സാറ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ തന്നോട് വളരെ സൗമ്യനായിരുന്നു, അല്ലെങ്കിൽ തന്നോട് വളരെ അനുകമ്പയുള്ള ഒരാളായിട്ടാണ് തനിക്ക് ഓർക്കുവാൻ കഴിയുന്നത്. Then on that day he said, Selvin, mathematics is nothing but additions and subtractions. I mean, yes. അന്ന് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഓർക്കുന്നു, സെൽവിൻ, കണക്ക് എന്ന് പറഞ്ഞാൽ കൂട്ടുക കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ, അത്രയും ചിന്തിച്ചാൽ മതി. That is very basic. അതാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. So from that day onwards my attitude towards him and towards mathematics totally got changed. അദ്ദേഹം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തോടും കണക്കിനോടുമുള്ള എൻ്റെ മനോഭാവം വ്യത്യാസപ്പെടാനായിട്ട് തുടങ്ങി. So that is soft skill. അതാണ് നമുക്ക് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്ന ആശയത്തിൽ മനസ്സിലാക്കാം. Now you may understand what is soft skill. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സോഫ്റ്റ് സ്കില്ലിനെ പറ്റി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. So the other skills are technical skills or hard skills. Hard skills or technical skills are the ones that you go and study in your schools and colleges. മറ്റ് വൈദഗ്ധ്യങ്ങളൊക്കെ, നൈപുണ്യങ്ങൾ എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഹോട്ട് സ്കിൽസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കോളേജിലൊക്കെ പഠിച്ച് വളരെ ജാഗ്രതയോടെ പഠിച്ചെടുക്കുന്നതായ കാര്യങ്ങൾ, അത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. Or technical skills. അത് കൂടുതലും സാങ്കേതികമായ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. So the soft skills and the need for soft skills, gain momentum after this innovation of this information technology. ഈ വിവര സാങ്കേതിക വിദ്യ നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരാൻ തുടങ്ങിയതിന് ശേഷമാണ് വാസ്തവത്തിൽ ഈ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്ന ആശയത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും. So this is the development of some 5 years or less than 10 years. ഈ ആശയം മുമ്പോട്ട് വന്നിട്ട് ഇപ്പം ഏകദേശം ഒരു 5 കൊല്ലം അല്ലെ അതിനോടടുത്ത 5-10 കൊല്ലത്തിനകത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. So nowadays, you are not sure what type of work you are going to do, what type of job you are going to take. ഒരുപക്ഷെ നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യാൻ പോകുന്നതെന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒരു ഉറപ്പോ അതിനെക്കുറിച്ച് ഒരു ബോധ്യമോ ഉണ്ടാകില്ല. So 10 to 20 years back, people were sure what type of job they are going to take and how long they are going to take up these jobs, and they had fair idea about what their future would be. എന്നാൽ 10-20 കൊല്ലം മുമ്പുള്ള ആളുകളെ ഒന്ന് നോക്കിയാൽ അവർക്കറിയാം അവരെന്ത് ജോലിയാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്, എത്ര കാലം അവർ ആ ജോലി ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഏകദേശമൊക്കെ ഉറപ്പായിരുന്നു അന്നത്തെ കാലത്ത്. So earlier they were acquiring some technical or hard skills, and it was not necessary for them to update it, and with the skills that they have, they were able to go about. പണ്ട്, അതായത് 10-20 കൊല്ലം മുമ്പ് ആളുകൾ എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു കാര്യം പഠിക്കും, അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യ പഠിക്കും, അപ്പോൾ അത് വെച്ച് മുമ്പോട്ടങ്ങ് ജീവിച്ചങ്ങ് പോവും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ മുമ്പത്തെ കാലത്തുണ്ടായിരുന്നു. But today lot of uncertainties are there, so you have to update your hard skills and technical skills continuously and periodically. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ചിത്രം മാറിയിരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കഴിവുകളെ, നൈപുണ്യങ്ങളെ നമുക്ക് വർദ്ധിപ്പിക്കുകയും അത് സ്ഥിരമായി അതിനെ നമുക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടതായ ഒരു ആവശ്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. But these soft skills are a set of skills which are needed for all the persons, everyone, every student or every person who aspires for higher employment. They need to know about these soft skills, and they have to update it
and they should have these soft ഈ skills. സോഫ്റ്റ് സ്കില്ലിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇത് എല്ലാവർക്കും ഇന്ന് ബാധകമായിരിക്കുന്ന കാര്യം, ഇത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അവരുടെ ജോലിയിൽ പുരോഗതി പ്രാപിക്കുന്നതിനും പ്രൊമോഷൻ കിട്ടുന്നതിനും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ സാധിക്കുന്നതിനും ഒക്കെ ഈ കഴിവ് വർദ്ധിപ്പിച്ചേ പറ്റൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കണം. So the technical skills are the hard skills, the contribution of which is only 20%, and it is the 80% contribution is from soft skills as far as your employment is concerned. നമ്മളൊരു ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ അദ്ദേഹത്തിൻ്റെ സാങ്കേതികമായ കഴിവുകൾ എന്ന് പറയുന്നതിന് 20% പ്രസക്തിയുള്ളൂ. എന്നാൽ ബാക്കി 80% തനിക്ക് ആ കഴിവ് എങ്ങനെ പ്രയോഗിക്കണമെന്നുള്ള ആ സോഫ്റ്റ് സ്കില്ലിൻ്റെ കാര്യത്തിലാണ് താൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ കാലത്ത്. So I was in my university, Gandhigram Rural University, it was the university that I worked. And the last 5 years I was in charge of placement bureau. I was the director of placement bureau. നമ്മുടെ സഹോദരൻ ഗാന്ധിഗ്രാം എന്ന് പറയുന്ന മധുരയിലുള്ള ഒരു പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിലായിരുന്നു താൻ ജോലി ചെയ്തിരുന്നത്. തൻ്റെ ജോലിയുടെ അവസാനത്തെ 5 വർഷങ്ങൾ താൻ പഠിക്കുന്ന പിള്ളേരെ എവിടെയെങ്കിലും കമ്പനികളിലൊക്കെ പ്ലേസ് ചെയ്യുന്ന, ജോലിക്ക് അവരെ ആക്കി വെക്കുന്ന ഒരു കാര്യവുമായിട്ടാണ് താൻ ബന്ധപ്പെട്ടിരുന്നത്. So nearly 100 students were employed. And see, all of them were not academically excellent. They were average students, but they showed their efficiency in soft skills. 100ഓളം വിദ്യാർത്ഥികളെ അങ്ങനെ ജോലിക്ക് ആക്കി വെക്കുന്നതിനായിട്ടുള്ള തനിക്ക് ഇടയായി. ആ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവരിൽ പലരും അവരുടെ പഠന സംബന്ധമായ വിഷയങ്ങളിൽ അവർ അത്രമാത്രം പ്രഗത്ഭരൊന്നും ആയിരുന്നില്ല. എന്നാൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞപ്പം അവർക്കെല്ലാം നല്ല ജോലികളിൽ എത്തിച്ചേരുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. So please note this. The academic excellence, the technical skills, hard skills contribute only to the extent of 20% towards your employment. സോ അത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇന്ന് സ്കൂളുകളിലും കോളേജിലും പഠിക്കുന്ന കാര്യങ്ങൾ, അക്കാഡമിക് സ്കില്ല് അല്ലെങ്കിൽ നമ്മുടെ സാങ്കേതിക വിദ്യയിൽ ഉള്ള നിങ്ങളുടെ പരിജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 20% ആണ് നിങ്ങളുടെ ജോലി പ്രാപിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നുള്ളൂ. 80% നിങ്ങൾ അത് എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ള ആ സോഫ്റ്റ് സ്കില്ലിൽ നിങ്ങൾ പ്രാഗൽഭ്യം പ്രാപിക്കുന്നതുകൊണ്ടാണ്. So you have to agree with me, because most of the inventors, they were not academically excellent, but they had different skills. They are not academically excellent. ഓക്കെ, ഞാൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയ ആളുകളും നല്ലൊരു ശതമാനം ആളുകളും അവരങ്ങനെ പഠന മേഖലയിൽ അവരുടെ സ്കൂളുകളിലും കോളേജുകളിലും പ്രാഗൽഭ്യം നേടി എന്നുള്ള നിലയിലല്ല, മറിച്ച് അവരുടെ ഈ സോഫ്റ്റ് സ്കില്ല് മുഖാന്തരം പുതിയ കണ്ടുപിടുത്തങ്ങൾ അവർ കണ്ടെത്തുന്നതിൽ അവർ പ്രാഗൽഭ്യം നേടിയെന്നുള്ളതാണ്. See, for example, this Microsoft Bill Gates. No, he was not a great man in the university. Probably he did not even complete his degree. നമ്മൾ ഈ മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ താൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രഗത്ഭനായ ആളൊന്നും ആയിരുന്നില്ല, അങ്ങനെ 1ാം റാങ്ക് മേടിച്ച ആളൊന്നും ആയിരുന്നില്ല, മറിച്ച് താൻ ഒരു സാധാരണ പഠിതാവായിരുന്നു. എന്നാൽ തന്റെ കഴിവുകൾ ഈ വിധത്തിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. See, the Apple man, Steve Jobs. No, he did not enter into any university. Am I right? സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ആപ്പിളിന്റെ ആ CEO പോലും അങ്ങനെ യൂണിവേഴ്സിറ്റി വഴിയൊന്നും പഠിച്ചു നടന്ന ആളൊന്നും ആയിരുന്നില്ല. തന്റെ കമ്പനി സ്ഥാപിക്കുന്നതിനൊന്നും അങ്ങനെ ഒരു നിലയിൽ ആയിരുന്നില്ല. Actually, he was interested in calligraphy, writing. കാലിഗ്രാഫി എന്ന് പറയുന്ന എഴുതുന്ന ശൈലി, എഴുതുന്നതിന്റെ ഭംഗി ആയിട്ട് എഴുതുന്നതിനെ കുറിച്ചുള്ള ആയിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ താല്പര്യം. He introduced this into computer. The dot matrix became. No, earlier we used to have every letters in dot matrix. Now we are having the print form. That's because of he was able to apply this skill of calligraphy into the word and such things. സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ കാലിഗ്രാഫിനെ കമ്പ്യൂട്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ അതുവഴി അത് വളരെ സാങ്കേതികമായി ഡെവലപ്പ് ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന നിലയിലേക്ക് അത് എത്തുകയും ചെയ്തതെന്ന് കാണുവാനായിട്ട് കഴിയും. Likewise, Einstein and other scientists, they were not even accepted in the academic schools. അതുപോലെ ഐൻസ്റ്റീനെ പോലുള്ള മഹാന്മാരായ സയന്റിസ്റ്റുകൾ പോലും Thomas Alva Edison. So, but I'm not saying that I'm not underplaying academic excellence,
But along with academic excellence, you should develop soft skills. That is my point. ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതോ പഠിക്കേണ്ടോ എന്നുള്ളതല്ല, മറിച്ച് അതിനോടൊപ്പം തന്നെ ഈ കാര്യത്തിലും വളരെ ജാഗ്രത ഉണ്ടായാൽ മാത്രമേ നമുക്കത് കൂടുതൽ പ്രയോജനപ്പെടുകയും. So these soft skills you can apply anywhere in the spiritual field or secular field, in any other field. So they are you cannot the soft skill cannot be distinguished between spiritual skills and non-spiritual skills. So ഈ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്ന നൈപുണ്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിങ്ങനെ പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, എല്ലാ മേഖലകളിലും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, ആത്മീയ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. So now what are the different soft skills? You cannot, the list is not exhaustive, and some of these soft skills will overlap with other, but still I will tell you some soft skills. അപ്പോൾ ഈ സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും നിങ്ങൾക്ക് ആമുഖമായി പറഞ്ഞത് മനസ്സിലായി. എന്നാൽ എന്തൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതങ്ങനെ അതിനെപ്പറ്റി ഒരു സമ്പൂർണ്ണ ലിസ്റ്റ് നമുക്ക് പറയാനായിട്ട് കഴിയില്ല, പല കാര്യങ്ങളും ഉൾപ്പെടുത്താനായിട്ട് കഴിയും. Communication skills, they are soft skills. How you communicate with others, that's very very important. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ് സ്കില്ലാണ്. എങ്ങനെയാണ് പരസ്പരം ആശയവിനിമയം ചെയ്യുക എന്നുള്ള ആ കഴിവ്, അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഓർക്കുവാനായിട്ട് കഴിയും. So I am communicating tree, the word tree. ഞാൻ ട്രീ അഥവാ മരം എന്നുള്ളൊരു വാക്ക് നിങ്ങളോട് ആശയവിനിമയം ചെയ്യുമ്പോൾ, so when you hear the word tree, what comes to your mind? What type of tree comes to your mind? മരം എന്നൊരു വാക്ക് നിങ്ങൾ കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരും? ഏതെങ്കിലും every one of you will have, some of you will have, banyan tree will come to you, for some may come apple tree. But if I think about neem tree and communicate about neem tree, and you should also get the same neem tree in your mind, it's only then the communication is complete. So if I am thinking about neem tree, and if you receive apple tree in your mind, the communication is not complete. അതെ, നമ്മൾ മരം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു മരം വരും. പലരുടെയും ഹൃദയങ്ങളിൽ അവരവർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും മരമായിരിക്കും വരുന്നത്. ഒന്നെങ്കിൽ ഏതെങ്കിലും ആൽവൃക്ഷമോ അല്ലെങ്കിൽ ആപ്പിൾ മരമോ അങ്ങനെ മാവോ ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളത് വരും. എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നീം ട്രീ, നീം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ? വേപ്പ്. വേപ്പ് മരമാണെങ്കിൽ അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾ അതിനെ ചിന്തിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മരത്തിന്റെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കും. When I say neem tree, if apple tree comes to your mind, communication is not complete. അതെ, ഞാൻ വേപ്പ് മരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ആപ്പിൾ മരമാണെങ്കിൽ അത് ആശയവിനിമയം ശരിയായിട്ട് നടന്നില്ല എന്നാണ് നമുക്ക് കാണാം. So this communication is important. In everyday life it is important. In your family life, in your school, college life, even in church life, this communication is very 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 important. അപ്പോൾ ഈ ആശയവിനിമയം എന്ന് പറയുന്ന ഈ കാര്യം നമ്മുടെ സാധാരണ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. ഇത് ശരിക്കും നടന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ലാത്ത രീതിയിലേക്ക് പോകും. അതുകൊണ്ടാണ് സോഫ്റ്റ് സ്കില്ലിൽ even for this communication skill we may have to spend many days to get training. സോ ഈ ആശയവിനിമയം എന്ന ആ ഒരു ആശയം തന്നെ നമുക്ക് പരിശീലനം പ്രാപിക്കണമെങ്കിൽ, ട്രെയിനിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് തന്നെ ദിവസങ്ങളോളം നമുക്ക് അതിനു വേണ്ടി ശ്രമിക്കേണ്ടതായ ആവശ്യമുണ്ട്. So today our aim is to expose you to different soft skills and to impress you upon the importance of soft skills, and even while you are studying, you have to develop these soft skills. That is the very purpose that we are presenting about these soft skills. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഉദ്ദേശം നിങ്ങളെ ഈ സോഫ്റ്റ് സ്കില്ലിലേക്ക് പരിചയപ്പെടുത്തുക, അതുപോലെ അതിനുള്ളിലുള്ളതായ വിവിധ ആശയങ്ങളെ, വിവിധ കാര്യങ്ങളെ പരിചയപ്പെടുത്തുക, പിന്നെ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം ഇതിൽ വളർന്നു വരാനായിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. So along with your academic studies, you pay attention to these soft skills and you develop them. നിങ്ങളുടെ സ്കൂൾ കോളേജ് തലത്തിലുള്ള പഠനങ്ങളോടൊപ്പം തന്നെ ഈ സോഫ്റ്റ് സ്കില്ലുകളും നിങ്ങളുടെ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. So that should be part of your life. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീരും. So in this what we are aiming is, in future we are preparing for employment. So അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാവിയിൽ നമുക്കൊരു ജോലി കിട്ടേണ്ടതായ സമയത്ത് നമുക്ക് ഈ കഴിവുകളെല്ലാം നമുക്ക് ഉള്ളവരായി തീരാനായിട്ട് കഴിയും. Anyway, one day or other you have to face the employer.
അപ്പോൾ ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാനായിട്ടൊരു ഒരു എംപ്ലോയറെ, ഒരു ജോലി തരുന്ന ആളെ നിങ്ങൾക്ക് മുഖാമുഖം കാണേണ്ടി വരും. So you are making preparations. Unless otherwise you know these soft skills, no, you will not be able to face interview, group discussion and such other selection process. അപ്പോൾ ഈ നിലയിൽ നിങ്ങളെ തന്നെ ഒരുക്കിയില്ലെങ്കിൽ വരാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ജോലി സ്ഥലത്ത് ഒരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങളാകെ പ്രയാസത്തിലാവും. അതിനാൽ നിങ്ങളെ ഒരുക്കിയാൽ നിങ്ങൾക്കത് നന്നായി ചെയ്യാനായിട്ട് കഴിയും. So in Kerala we are having many churches. If you take Kerala, Tamil Nadu, other places, we are having so many churches, maybe 100 or 150 churches are there at least. കേരളത്തിൽ ധാരാളം പ്രാദേശിക സഭകളുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 100-ലധികം സഭകളുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. So these churches need leaders. ഈ സഭകൾക്കെല്ലാം നല്ല നേതൃത്വ കഴിവുകളുള്ള ആളുകളെ ആവശ്യമുണ്ട്. So these leaders are in their say 70s, 60s, at least in their 50s and 40s. So in future, no, these churches need leaders. ഇപ്പോഴുള്ള നേതൃത്വത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് പലരും 60കൾക്ക് മുകളിലുള്ളവരാണ്. ചിലരൊക്കെ 40-ന് മുകളിൽ 50-കാരൊക്കെയാണ്. എന്നാൽ പിന്നീട് അവരുടെ കാലത്തിന് ശേഷം സഭകൾക്ക് നേതൃത്വത്തിലേക്ക് ആളുകളെ ആവശ്യമുണ്ട്. So these leadership should come from you. അപ്പോൾ നിങ്ങളുടെ മധ്യത്തിൽ നിന്നാണ് നേതാക്കന്മാർ എഴുന്നേറ്റ് വരേണ്ടത്. അപ്പോൾ നിങ്ങളെ ഒരുക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ്. So demographically, India is at present in a comfortable position. ജനസംഖ്യാപരമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് വളരെ ആശ്വാസകരമായ ഒരു അവസ്ഥ നമുക്കുണ്ട്. So the youth force is dominant. ഇന്ത്യയിൽ യുവാക്കളുടെ ജനസംഖ്യയാണ് കൂടുതൽ. So people below 35 years, no, they constitute nearly almost 50% of the population. ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 50% ആളുകൾ 35 വയസ്സിൽ താഴെയുള്ള ആളുകളാണ്. So below 25 years, nearly 20-25% of people are there. 20 വയസ്സിന് താഴെയുള്ളവർ ഒരു 20% കാണും. So we have less number of dependents and old aged people. നമുക്ക് ആ നിലയിൽ ഇന്ത്യയിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരും പ്രായം ചെന്നവരുമായ ആളുകൾ കുറവാണ്. See, if you take the case of Japan, the old age people have surpassed the younger people. എന്നാൽ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പ്രായം ചെന്ന വയസ്സന്മാരും വയസ്സുകളുമായ ആളുകളാണ് കൂടുതൽ. അത് പ്രായം കുറഞ്ഞവരെക്കാൾ ചെറുപ്പക്കാരെക്കാൾ വളരെ കൂടുതലാണ്. See, places like Canada and European countries, Australia, they allowed immigrants, they allowed youth to come to work for them and with them. യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ആളുകൾ ഇപ്പോൾ അങ്ങോട്ട് ചെല്ലാനായിട്ട് അവിടുത്തെ ഗവൺമെൻറ്റുകൾ അവരുടെ തുറന്നു കൊടുത്തിരിക്കുകയാണ് കൂടുതൽ ആളുകൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട്. So because when they are having labor force to take care of their resources, they entertain people to come and take care of their resources, even the people who live there. But Japan did not allow. So Japan is a very conservative country, and it did not allow very many people to come into Japan. ഈ യൂറോപ്യൻ രാജ്യങ്ങളും കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പുറത്തുനിന്നുള്ളവരെ വരാനായിട്ട് അനുവദിച്ചപ്പോൾ ജപ്പാനിലെ ആളുകൾ അത് സമ്മതിക്കാത്തതുകൊണ്ട് ഇപ്പോൾ അവരുടെ സ്ഥിതി ആകെ ദയനീയമാണ്. അവിടെ കുറെ വയസ്സന്മാർ If you check the population of Malayalis in Canada and European countries, it runs into thousands. But if you check in Japan, it is less than 500. Only less than 500 people are in Japan. അത് ഡേറ്റ വൈസ് നോക്കുകയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ പുറത്തുള്ള വെസ്റ്റേൺ കാനഡ പോലുള്ള രാജ്യങ്ങളിലൊക്കെ മലയാളികളുടെ സംഖ്യ വളരെ കൂടുതലാണ്. എന്നാൽ ജപ്പാൻ പോലുള്ള ഈ രാജ്യങ്ങളിൽ വളരെ നൂറുകൾ മാത്രം അല്ലെങ്കിൽ 500 അതിൽ കൂടുതലൊന്നും കാണാൻ സാധ്യതയില്ല. Say they do not know how to manage and maintain their resources. The people are the more the people with more than, I mean, beyond 100 age are more now. So the people, the very older people are taken care of. People who are in 80s, the people who are in 80s, they are taking care of the people who are nearly 100 or above 100. ജപ്പാനിലെയൊക്കെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 100-നൊക്കെ മുകളിലുള്ള ആളുകളെ ശുശ്രൂഷിക്കുന്നത് 80-കാരൊക്കെയാണ്. 80-കാരായ ആളുകളെ ശുശ്രൂഷിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെയുള്ള 60-കാര്. അങ്ങനെയുള്ളൊരു ദയനീയമായ സ്ഥിതിയിലാണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ. But India is in the best
time as far as the demography is concerned. The youth population is more. ജനസംഖ്യാപരമായ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു വലിയ അനുഗ്രഹീത രാജ്യമാണ് ഇപ്പോഴത്തെ നിലയിൽ. കാരണം ഇവിടെ യുവാക്കന്മാർ വളരെ കൂടുതലുണ്ട്. So these human resources has to be developed. Government is also taking, many steps to develop these youth. So government is also conducting many soft skill training programs. Almost in every institution, this soft skill has become part of their curriculum or course. അതുകൊണ്ട് ഈ യുവജനങ്ങളായിരിക്കുന്ന ആളുകളെ അവരെ ഈ കാലഘട്ടത്തിനനുസരിച്ച് അവരെ ഒരുക്കിയെടുക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഗവൺമെന്റ് പോലും അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവരൊരു പല സ്ഥാപനങ്ങളിലും അതിനുള്ള ട്രെയിനിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് വളരെ ഗൗരവമായിട്ട് കാണുന്നത്. But in schools and colleges and education institutions, this soft skill is seen as one of the subjects, like an academic work. But it's a skill. It's a skill. You have to develop it. നിർഭാഗ്യവശാൽ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അത് അങ്ങനെ അത്രയും അതിനൊരു ഫോക്കസ് കൊടുക്കുന്നില്ല. അതൊരു വിഷയം മാത്രമായിട്ട് പരിഗണിച്ചങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി നമ്മളുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ചെറുപ്പക്കാരെയും ഒരുക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. So you should develop your skill. That is important. So that is why we are presenting you about these soft skills. And if you excel in these soft skills, that will be very useful for you and for the church also. നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ യുവാക്കളെ അതിനായിട്ട് ഒരുക്കുകയും അങ്ങനെ ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും പ്രയോജനപ്പെടുവാനായിട്ട് ഇടയാക്കുകയും ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സഭകൾക്കുമൊക്കെ അത് ഏറ്റവും പ്രയോജനപ്പെടുമെന്ന് നമുക്ക് കാണാം. We are talking about the communication skills. I told you it is very, very important. നമ്മൾ ആശയവിനിമയം എന്ന കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ്. Communication is the process of exchanging information, ideas, thoughts and feelings between individuals, groups or organizations. ആശയവിനിമയം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ള ആശയങ്ങൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവനകൾ, അങ്ങനെ ഉള്ളതായ വിവിധ മേഖലകളിൽ നമ്മളത് വ്യക്തികൾക്കും അതുപോലെ കുടുംബത്തിലും അതുപോലെ സഭയിലും സമൂഹത്തിലും സ്ഥാപനങ്ങളിലും ഒക്കെ പരസ്പരം കൈമാറുന്ന, പരസ്പരം അങ്ങനെ കൈമാറ്റം ചെയ്യുന്ന ആ കാര്യത്തെയാണ് ആശയവിനിമയം എന്ന് പറയുന്നത്. So it can be verbal communication, non-verbal communication. അപ്പോൾ അത് നമുക്ക് എന്താണ് വെർബൽ speak with non-verbal communication, body language. വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാഷ. See, for example, non-verbal communication is your body language. Your body language. You are communicating to me. Now, even now, you are communicating to me. നിങ്ങളിപ്പോൾ എന്നോട് ഞങ്ങളോട് നിങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. So how? അതെങ്ങനെയാണ് ചെയ്യുന്നത്? If you are looking into my eyes, that means you are listening to whatever I say. നിങ്ങൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ആശയവിനിമയത്തിൻ്റെ ഒരു രീതി. So if you are looking elsewhere and if you are yawning and if you are changing positions and if your body shifts from one position to another position, that means you are saying that this subject is not interesting. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ നോക്കുകയും നിങ്ങളങ്ങനെ വായിക്കോട്ട വിട്ട് അങ്ങനെ ഉറക്കത്തിൻ്റെ ഭാവമൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും, അങ്ങനെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ വിഷയം കേൾക്കുന്നത് വലിയ താല്പര്യമില്ലെന്നുള്ളതാണ് അത് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ബോഡി ലാംഗ്വേജ്. So I did not want to come because I'm here. Somebody else brought me. Somebody else put me here. I'm here. Okay, you. Anyway, I will be here for up to 4 o'clock. It's okay. Let me. You have a nice day. That's the attitude. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറയുന്ന ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ വരണമെന്ന് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ആരൊക്കെയോ നിർബന്ധിച്ച് ഞാനിങ്ങനെ വന്നിരിക്കുകയാണ്, എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാനിവിടെ ഒരു 4 മണി വരെ ഇരിക്കും, അതുകൊണ്ട് അങ്ങനെ പോവാം എന്ന് വിചാരിക്കുന്ന രീതിയിൽ ഇരിക്കുന്നതാണ് അങ്ങനെ ഒരു ആശയവിനിമയമാണ് അത്. So when you go home 5 o'clock, your mother asks, what did you learn? What did they teach? Thankyou പറഞ്ഞു. അതെ, അങ്ങനെ നമ്മൾ 4 മണിക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് അമ്മ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പഠിപ്പിച്ചു ചോദിച്ചാൽ എന്തൊക്കെയോ പറഞ്ഞു. ബൈബിളിലൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ കിട്ടുന്നതാണ്. അതെ, ഇതൊക്കെ. So that's a language. You are speaking to me through your body. No, without words you spoke to me. You are speaking to me. നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കാതെ
പകരുന്ന ആശയവിനിമയമാണ് ആ നിലയിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന So written language and verbal language, when communications are, there are so many ways how you നമുക്ക് communicate. എഴുത്ത് ഭാഷയിലൂടെയും നമുക്ക് ആശയങ്ങളെ So കൈമാറാം. individual communication, mask, it's a very big subject. അതൊരു വലിയ വിഷയമാണ്. നമുക്ക് വ്യക്തികൾ തമ്മിലുള്ളത്, അതുപോലെ തന്നെ പൊതുജനങ്ങളോട് സംസാരിക്കുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ. So you should develop these communication skills, that's important. സോ അതുകൊണ്ട് ഈ ആശയവിനിമയത്തിന്റെ കഴിവ് നിങ്ങൾ എന്തായിരുന്നാലും പ്രാപിക്കണം എന്നുള്ളതാണ്. So even to share the gospel, even to tell your testimony, നിങ്ങൾ this communication skill is important. ദൈവവചനത്തിൽ നിന്ന് മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവയ്ക്കുന്നതിന്, നിങ്ങളുടെ സാക്ഷ്യം പറയുന്നതിന്, അതുപോലെ തന്നെ മറ്റുള്ളവരോട് പറയുന്നതിന് നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. So if people have to pay attention to you, you should develop your communication skill. ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നത് അവർക്ക് ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കഴിവ് വളർത്തിയാലേ സാധിക്കും. See, the same incidents, if the two people explain, no, they explain it differently. ഒരേ സംഭവത്തെക്കുറിച്ച് രണ്ടുപേര് വിശദീകരിക്കുകയാണെങ്കിൽ എന്തായിരുന്നാലും രണ്ട് വ്യത്യസ്തമായ രീതിയിലേ അത് വരികയുള്ളൂ. No, couple of days ago, no, you know that from Trichur, some dacoits, they broke open this ATM and they stole money, a large amount of money, and they escaped to Tamil Nadu and they were held there. നമുക്കറിയാം, 2 ദിവസം മുമ്പ് തൃശ്ശൂരിൽ നിന്ന് 2 ATMകൾ പൊളിച്ച് ആളുകൾ പണവുമായിട്ട് ഇവിടെ നിന്ന് പോവുകയുണ്ടായി, കൊള്ളയടിച്ചുകൊണ്ട് പോയി. അത് എങ്ങനെ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്ത് പോയി അവരെ അവിടെ വരെ എത്തി, അവിടെ പിടിക്കപ്പെടുകയും ചെയ്തു എന്ന് നമ്മൾ കേട്ടു. So the very same incidents, one person he can say, communicate one line. അപ്പോൾ അത് ആ സംഭവത്തെക്കുറിച്ച് 2 പേര് പറയുകയാണെങ്കിൽ അതിൽ ഒരാൾ പറയുന്നത് ഒരു രീതിയിലായിരിക്കും പറയുന്നത്. So within one sentence he can complete the whole story. ഒരുപക്ഷെ ഒറ്റ വാചകത്തിൽ മുഴുവൻ കാര്യങ്ങൾ പറയാൻ കഴിയും. But another person he can dramatize. No, he will take you as if you are in the scene, as if you are following the truck, and as if you are going behind the police, and as if you are in the shooting place. No, he takes you to there. He dramatizes the conversation. അങ്ങനെ വാവൊഴിച്ച് കേൾക്കുകയാണ് to some people. You are wonderstruck. See, that's communication. അതെ, നമ്മൾ ചില ആളുകൾ അത് പറയുമ്പോൾ വളരെ നാടകീയമായിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ വിശദാംശങ്ങളെല്ലാം പറഞ്ഞ് അത് താൻ നേരിട്ട് കണ്ടതുപോലെ, അതിൻ്റെ പുറകെ പോയതുപോലെ അങ്ങനെ വർണ്ണിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകൾ അത് വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ ഇരുന്ന് കേൾക്കും. വാ പൊളിച്ചിരുന്ന് കേൾക്കുക എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെ കേൾക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. So the communication skills are needed for better relationship. അപ്പോൾ നമുക്ക് ഈ ആശയവിനിമയം നന്നായി നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധങ്ങൾ വളരെ മനോഹരമാക്കുവാനായിട്ട് കഴിയും. So wrong communication, misunderstanding, can divide people. നമുക്കറിയാം, തെറ്റായ രീതിയിൽ നമ്മൾ ആശയവിനിമയം നടത്തുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അതുകൊണ്ട് ഒത്തിരി തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. So it will help in improved productivity. അപ്പോൾ നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനായിട്ട് നല്ല ആശയവിനിമയത്തിലൂടെ സാധിക്കും. So it will increase, confidence. നമ്മളുടെ ആത്മവിശ്വാസത്തെ അത് വർദ്ധിപ്പിക്കും. And enhance reputation. അത് മാത്രമല്ല, നമ്മളെക്കുറിച്ച് നല്ല പേര്, ആളുകളുടെ ഇടയിൽ നല്ല കാര്യങ്ങൾ നന്നായി പറയുന്നു, പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളൊരു പേരുണ്ടാവും. That will lead you great success. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കും. So then, don't you think that you need this communication skill? Don't you think so? അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ എങ്ങനെ തോന്നുന്നു, ഇങ്ങനെ ഒരു സാധനം വർദ്ധിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടോ? So communication, for example, if I'm a teacher, I usually give many assignments to students. ഞാനൊരു അധ്യാപകനാണ്. ആ നിലയിൽ ഞാൻ എൻ്റെ കുട്ടികൾക്ക് പലപ്പോഴും പല അസൈൻമെൻറ്റുകൾ കൊടുക്കാറുണ്ട്. So some students, 80% of students, they will just simply write and they will submit. They will get minimum marks, but some people, they will just put a neat border and they will give colors and they will add some pictures and they will make it attractive. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കുമ്പോൾ ചില കുട്ടികളിൽ മജോറിറ്റിയും ഏകദേശം 80% ആളുകളും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരിഞ്ഞ് അതങ്ങ് പ്രസൻറ്റ് ചെയ്ത് തരും, ഇത് ചെയ്യും. അപ്പോൾ അവർക്ക് മിനിമം മാർക്കാണ് കിട്ടുന്നത്. എന്നാൽ 20% വരുന്ന മറ്റ് ന്യൂനപക്ഷം അവരത് വളരെ മനോഹരമായിട്ട് അതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ വളരെ കളർഫുള്ളായിട്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. So most of the students, they copy. One person writes, the other person they get it, then copy. So we know. So this comes from one source. But there are some people, they will write very little, but there's no original source. Source is original and the presentation is beautiful.
and they are writing only 4 or 5 pages, but they will secure more marks. ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നത് ഒരാളുടേത് വേറൊരാൾ കോപ്പി അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ഒരാളത് ചെയ്യും, അത് ബാക്കിയുള്ളവരെല്ലാം പകർത്തിക്കൊണ്ടുവരും. അങ്ങനെയാണ് പൊതുവെ കാണാറുള്ളത്. എന്നാൽ അതിന് വ്യത്യസ്തമായി ന്യൂനപക്ഷമായിരിക്കുന്ന ചില കുട്ടികൾ തീർച്ചയായിട്ടും അവർ സ്വന്തം പരിശ്രമത്തിലൂടെ അവർ തന്നെ കണ്ടെത്തി അവരതിനെ നന്നായി പ്രസൻറ്റ് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ ആളുകളുണ്ട്. So that is writing skill. That's a skill. അതിനെയാണ് നമ്മൾ That's what I am saying about skill. എഴുതി പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവെന്ന് നമ്മൾ പറയുന്നത്. See, another important thing I want to tell is that if you are born in a bigger or larger family, or if you are attending a very good church where periodic communication and programs are taking place, and this soft skill training comes automatically, that is inbuilt in your whole system. നിങ്ങൾ ഒരു വലിയ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ, അതായത് കൂടുതൽ അംഗങ്ങളുള്ള കുടുംബത്തിൽ അഥവാ നിങ്ങളൊരു വലിയൊരു സഭയിലാണ് നിങ്ങളുടെ ആത്മീയ കൂട്ടായ്മ നടക്കുന്നതെങ്കിൽ, ഒരുപക്ഷെ ആ ആളുകളുമായിട്ടുള്ള നിങ്ങളുടെ സംസർഗം മുഖാന്തരം നിങ്ങളുടെ ഈ കഴിവുകൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് ചിലപ്പം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. And if you are reading the book of Proverbs very seriously, these soft skills are already inbuilt. അതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ എന്ന് പറയുന്ന ദൈവവചനത്തിൻ്റെ പുസ്തകം നമ്മൾ വളരെ സിൻസിയറായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ആശയവിനിമയത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒത്തിരി ഗ്രഹിക്കുവാനായിട്ട്. So the book of Proverbs, the book of Job and Ecclesiastes, they are known as wisdom books. They teach you as how to live in this world. ഈ പുസ്തകങ്ങൾ, അതായത് നമ്മുടെ സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, അതുപോലെ തന്നെ ഇയ്യോബിൻ്റെ പുസ്തകം, ഈ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെയുള്ള ആശയങ്ങൾ, അവയൊക്കെ നമ്മൾ അതിനെ കുറിച്ച് പറയുന്നത് വിസ്ഡം ലിറ്ററേച്ചർ എന്നാണ്. ആ ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങൾ. അപ്പോൾ ആ പുസ്തകങ്ങൾ വായിക്കുന്നത് വഴി നമ്മളുടെ ജ്ഞാനത്തെ അത് വർദ്ധിപ്പിക്കുകയും നമ്മുടെ സോഫ്റ്റ് സ്കില്ലുകളെ അത് സൂക്ഷ്മമാക്കുകയും ചെയ്യും എന്ന് പഠിക്കാം. So one researcher, he wanted to go to an interior village, and there was no other mode of transportation. He had to travel through water bodies, and he hired a boat and a boatman. ഒരു റിസർച്ച് നടത്തുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി ഒരു വളരെ ഉൾനാടൻ പ്രദേശത്ത് കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ടായിരുന്നു. തനിക്ക് അവിടെ എത്താനായിട്ടുള്ള ആവശ്യത്തിൽ താൻ അതിന് യാത്രയ്ക്ക് വേണ്ടി താൻ ഒരു ബോട്ട് വാടകയ്ക്കെടുത്തു. So on the way he struck conversation with that man. ആ ബോട്ട് ഓടിക്കുന്ന ആ മനുഷ്യനുമായിട്ട് തൻ്റെ യാത്രക്കിടയിൽ സംസാരം തുടങ്ങി. So he asked this boatman, do you know sociology? I have come here to do some sociological research. Do sociology. അപ്പോൾ ആ ബോട്ടുകാരനോട് അല്ലെങ്കിൽ വള്ളക്കാരനോട് അദ്ദേഹം ചോദിച്ചു, താങ്കൾക്ക് സോഷ്യോളജി അറിയാമോ? ഞാൻ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിൽ പഠിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പഠിച്ച ആളാണ്. Oh, if you do not know sociology, you lost 25% of your life. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. അപ്പം പറഞ്ഞു, നിനക്ക് സോഷ്യോളജി അറിയില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ 25% നഷ്ടമായി പോയി. So do you know psychology? നിനക്ക് സൈക്കോളജി അറിയാമോ എന്ന് ചോദിച്ചു. So 50% of life is over. അപ്പം അറിയത്തില്ല അദ്ദേഹത്തിന്. Philosophy? So 75% of life is over. ഫിലോസഫി അറിയാമോ? അതും അറിയത്തില്ല. അപ്പം നിന്റെ 75% ജീവിതം പാഴായി പോയി എന്ന് പറഞ്ഞു. All of a sudden the boat developed some hole, the water came into the boat. പെട്ടെന്നാണ് ഈ വള്ളത്തിലെ ഒരു ഓട്ട ഉണ്ടാവുകയും വെള്ളം അകത്തേക്ക് വരാനായിട്ട് തുടങ്ങി. So the boat was about to sink. അപ്പോൾ വള്ളം മുങ്ങാൻ തുടങ്ങിയപ്പോൾ So this boatman asked the other philosopher, do you know swimming? അപ്പോൾ അദ്ദേഹം വള്ളക്കാരൻ ചോദിച്ചു, നിനക്ക് നീന്താൻ അറിയാമോ എന്ന് ചോദിച്ചു. If you do not know swimming, 100% of life is gone. നീന്താൻ അറിയില്ല, ഈ ജീവിതം 100% പോവുകയാണ്. These soft skills are like that. They help you to live wisely in this world. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, ഈ സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ പഠിച്ച ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിഗത ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ബുദ്ധിയോടും ജ്ഞാനത്തോടും കൂടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന കഴിവുകളാണ്. So the book of Proverbs, the book of Job and Ecclesiastes, these 3 books combinedly, and some of the Psalms, some of the portions in Psalms, they are called as wisdom literature. അപ്പോൾ ഈ പുസ്തകങ്ങൾ, ഈ സഭാപ്രസംഗി, സദൃശവാക്യങ്ങൾ, ഇയ്യോബിൻ്റെ പുസ്തകം, അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളിലെ ചില പ്രത്യേക സങ്കീർത്തനങ്ങളെല്ലാം ചേർത്ത് നമുക്കിങ്ങനെ പറയാനായിട്ട് കഴിയും, ഇവ ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങളാണ്. ഇത് നമുക്ക് വളരെ ഉപകാരപ്പെടും. So if you study these books
And if you meditate and if you try to practice whatever given in those books, they give you very good understanding about soft skills. അപ്പോൾ ഈ പുസ്തകങ്ങൾ പഠിക്കുകയും അതിൽ ധ്യാനിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിന് അത് വളരെ പ്രയോജനകരമാണ്. So Proverbs chapter 15 verse 1 goes like this: a soft word turns away wrath. നമുക്കറിയാം സദൃശവാക്യം 15-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എങ്ങനെ പറയുന്നു, വളരെ മൃദുവായ വാക്ക് കോപത്തെ ശമിപ്പിക്കുന്നു എന്നാണ്. So an excellent communication skill, theology is given, theology and theory is given there. അപ്പോൾ ആ വാക്യത്തിലൂടെ ആശയവിനിമയത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു പാഠമാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. When two people they pick up quarrel, more heat is developed than light. രണ്ട് വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഒരു തർക്കമുണ്ടായി എന്നാൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ഊർജം, കൂടുതൽ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. So if one fellow started talking very softly, then the whole dimension will change. അപ്പോൾ അതിനിടയിൽ ഒരാൾ തൻ്റെ ആ സൗണ്ടൊക്കെ ഒന്ന് കുറച്ച് വളരെ സൗമ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ അവിടെ കൂടുതൽ പ്രകാശം ഉണ്ടാവും, അവിടെ കാര്യങ്ങൾ വ്യത്യാസം വരും. So there was a very strict teacher in the classroom. So every day she used to shout a lot to the people, the students. ഒരു ക്ലാസ്സിൽ make them do something, she has to shout. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു. അവർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരോടും ഭയങ്കര ഒച്ച വെച്ച് ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന, എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ എല്ലാം ഷൗട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. On a particular day, this teacher had throat infection and she could not shout. So whatever she spoke, the volume was totally reduced. അപ്പോൾ ഒരു ദിവസം അവർ വന്നപ്പോൾ അവരുടെ തൊണ്ടയ്ക്ക് വേദനയായത് കാരണം അവർക്ക് അങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞതെല്ലാം അതിൻ്റെ വോളിയം കുറഞ്ഞ് വളരെ സൗമ്യമായ ഒച്ച കുറഞ്ഞാണ് പറയുന്നത്. So that was the most pleasant day for both the teacher as well as to the students. അന്ന് കുട്ടികൾക്കും ആ ടീച്ചറിനും അത് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു എന്നാണ് പറയുന്നത്. So knowingly or unknowingly these words was applied. So അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ വാക്യം അവിടെ പ്രാബല്യത്തിലായി. Okay, then team building, that's another important soft skills. മറ്റൊരു സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് ഒരു ടീം ഉണ്ടാക്കി നമ്മളൊരു ടീമായി പ്രവർത്തിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളിലാണ്. So team building is very very important. Nowadays these multinational companies, they are following this concept, team building and networking. That's how they operate. നമുക്കറിയാം ഇന്ന് ബിസിനസ് ലോകത്ത് പ്രത്യേകിച്ച് ഈ മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം അവർ പ്രയോജനപ്പെടുത്തുന്ന ഒരു ആശയമാണ് നെറ്റ്വർക്കിംഗ്, ടീം ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കുക എന്നുള്ളത് വളരെ പ്രയോജനകരമാണ്. So you should know the difference between team and group. ഇതിനിടയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടീമും ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചുകൂടെ മനസ്സിലാക്കണം. So the team, no, it has a purpose, it has a leader, it has a network, and it functions as one unit. അപ്പോൾ ടീം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് അതിനകത്തൊരു നേതാവുണ്ടാവും, അതിനകത്ത് അവരുടെ കാര്യങ്ങൾക്കൊരു ഉദ്ദേശശുദ്ധി ഉണ്ടാവും, അതുപോലെ അതിനിടയിൽ അവർ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്തിട്ടുണ്ടാവും, അവർ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിലേക്കാണ് പ്രവർത്തിക്കുന്നത്. Group is not like that. People join it like our social group. There is no team leader. Everybody comes together. There is no purpose. So as a result, they cannot achieve anything. They cannot move forward. പക്ഷെ ഗ്രൂപ്പിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അങ്ങനെ ചില ആളുകൾ അങ്ങനെ ഒരു സംഘം ചേരുന്ന പോലെ വരും. അവർക്കൊരു പ്രത്യേക ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല. അവരുടെ ലക്ഷ്യങ്ങളും പ്രാപിക്കണമെന്നില്ല. അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഗ്രൂപ്പും ടീമും തമ്മിലുള്ള വ്യത്യാസം. See, for example, you want mutton, for our lunch. But the nearest shop which is available is only a broiler shop. They do not supply mutton. അപ്പോൾ നമ്മൾ ലഞ്ചിന് കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മട്ടൺ നമുക്കറിയാം. എന്നാൽ നമുക്ക് അത് കിട്ടാനായിട്ടുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ അതില്ല. അതിന് പകരം ബ്രോയിലർ മാത്രം ചിക്കൻ അല്ലേ, ബ്രോയിലർ ചിക്കൻ. You go to the broiler chicken person and he is asking, is mutton available? അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബ്രോയിലർ ചിക്കൻ വിൽക്കുന്ന സ്ഥലത്ത് എന്ന് വെച്ചാൽ മട്ടൺ കോഴി ആട്ടിറച്ചി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ then he will say, sir, I will reach this mutton within half an hour, please wait. അപ്പോൾ അദ്ദേഹം പറയാണ്, സാറേ വെയിറ്റ് ചെയ്യുക, ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ അത് എത്തിക്കാമെന്ന് പറയും.
So he will have connection with this mutton wala, and he will call him, and the mutton person will bring the mutton to this broiler shop, and he will deliver you mutton. You went to the broiler shop, but you got mutton. അപ്പോൾ നമ്മൾ ആ ബ്രോയിലർ ചിക്കൻ്റെ സ്ഥലത്താണ് പോയതെങ്കിലും മട്ടൺ ചോദിച്ചു എന്നെങ്കിലും അവിടെ അത് ഇല്ലാഞ്ഞിട്ടും അദ്ദേഹം അത് വേറെ തൻ്റെ കോണ്ടാക്റ്റിലുള്ള മട്ടൺ വിൽക്കുന്ന ആളിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ് അവിടെ നിന്ന് അത് എത്തിക്കുകയാണ്. So next time somebody will go to the mutton shop, they will ask for broiler. That mutton wala will call this broiler man. This broiler will supply broiler that mutton shop. ഇത് തന്നെയാണ് തിരിച്ചും സംഭവിക്കുന്നത്. മട്ടൺ വിൽക്കുന്ന ആട്ടിറച്ചി വിൽക്കുന്ന ആളുടെ അടുത്ത് പോയി കോഴിയിറച്ചി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതുപോലെ തന്നെ തൻ്റെ കോണ്ടാക്റ്റിലുള്ള കോഴിയിറച്ചിക്കാരനെ വിളിച്ച് അവിടെ അത് എത്തിക്കാനായിട്ട് ശ്രമിക്കും. So they are working as a team. They are complementing. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ടീം എന്ന് പറയുന്നത്. അവരൊരു ടീമായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവർക്ക് പൊതു പ്രയോജനത്തിന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യും. So team, most of you would have definitely studied the concept of synergy. Synergy in physics or chemistry, you would have studied synergy. നിങ്ങൾ ഒരു പക്ഷേ സിനർജി എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒക്കെ. Yeah, if you work together as team, certainly you will experience this synergy. അപ്പോൾ ആ ആശയമാണ് നമ്മൾ ഈ ടീം വർക്കിലും കാണുന്നത്. കുറേ ആളുകൾ ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു സിനർജിയുടെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് അനുഭവപ്പെടുന്നത്. Syn, that means together. Synergy, energy. Okay, I'll give an example. So if you are having an ox, and if it can pull 1 ton weight, and if you have another ox, it can pull 1 ton weight. Individually, they will pull how much tons of weight? ഒരു കാള ഉണ്ട്. അതിന് ഒരെണ്ണത്തിന് തനിച്ച് ഒരു 1000 കിലോ, അതായത് 1 ടൺ വലിക്കാൻ കഴിയും. മറ്റൊരു കാളയുണ്ട്, അതിന് 1000 കിലോ വലിക്കാനായിട്ട്. So separately they can pull 1 ton. Together, no. When you put together, it will be 2 tons. Is it not? But these ox, if they are put together and they are made to pull the cart, it will pull more than 2 tons of weight. അപ്പോൾ ഈ വ്യക്തിപരമായിട്ട് ഈ കാളകൾക്ക് ഓരോ കാളയ്ക്ക് 1 ടണ്ണേ വലിക്കാൻ കഴിയുള്ളൂ. എന്നാൽ അതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് ഒരു കാളവണ്ടി കെട്ടിയിട്ട് വലിപ്പിക്കുകയാണെങ്കിൽ അത് 2 ടണ്ണിലധികം വലിക്കും എന്നുള്ളതാണ് അതിനകത്തെ രസകരമായ കാര്യം. So mathematically 1 + 1 is equal to 2. According to the synergetical effect, 1 + 1 is equal to greater than 2, more than 2. അപ്പോൾ കണക്കനുസരിച്ച് 1 2 ഉള്ളൂ. എന്നാൽ ഈ സിനർജറ്റിക് ഇഫക്റ്റ് അനുസരിച്ച് ഇത് 1 + 1 അല്ല, അതിന് മോർ ദാൻ 2 കൂടുതൽ ശക്തിയിൽ അവരെ ഉപയോഗിക്കാനായിട്ട് കഴിയും. So if you are studying by yourself alone, you will reap some fruits. But if 2 of you or 3 of you join together and study, and you will be able to harness more. ഇതിനെയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നേടാനായിട്ട് പഠിക്കാനായിട്ട് കഴിയും. എന്നാൽ കുറേ പേര് ഒരുമിച്ച് 2 3 പേർ ഒരുമിച്ചിരുന്ന് പഠിക്കുകയാണെങ്കിൽ അത് കൂടുതൽ പ്രയോജനപ്പെടുമെന്നുള്ളതാണ്. But joining together, you may waste your time also. That is also there. അതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താനും ഒരു സാധ്യതയുണ്ട്. So wherever possible, you have to form teams. Teaming and networking will yield you more fruit. അപ്പം അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നിടത്തൊക്കെ നിങ്ങൾ ഒറ്റയ്ക്കാകാതെ ഒരു ടീമുകളായിട്ട് ഇരുന്ന് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തുന്നവരായി തീരുക എന്നുള്ളതാണ്. So when I say team, you should think about only football team, so football team or basketball team and the like, not like Indian army and Pakistan army. No, if you are in Indian army, you cannot be part of Pakistan army. But if you are in football team, it's possible that you can be in the basketball team also. So you can be a member in different teams depending upon the purpose for which you join. ഞാൻ ടീം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ആശയം എന്ന് പറയുന്നത് പരസ്പരം പോരടിക്കുന്ന 2 ടീമുകൾ എന്നുള്ള നിലയിലല്ല, മറിച്ച് നമ്മൾ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ എന്നൊക്കെ പറയുന്ന ടീമുള്ളത് പോലെ നമുക്ക് ആ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മളായിരിക്കുന്ന ടീം അതേ ടീം തന്നെ അതേ ഒരു ടീമിലുള്ള ആൾക്ക് വേറൊരു ടീമിലും ബാസ്കറ്റ്ബോൾ ടീമിലും കളിക്കാൻ കഴിയും. അതുപോലെ പല വ്യത്യസ്ത ടീമുകളിൽ പലരോടൊത്ത് ചേർന്നത് കളിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ആർമി പോലെയൊക്കെയുള്ള കൺസെപ്റ്റിൽ അങ്ങനെയല്ല, ശത്രുക്കളോടുള്ള പോരാട്ടത്തിൽ ആ ഒരു കൺസെപ്റ്റില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ആശയമാണ്. So this team effect will give you improved productivity and efficiency.
അപ്പോൾ നമ്മൾ ഈ ടീമായിട്ട് പ്രവർത്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും. അതുപോലെ നമ്മുടെ ഫലം കൂടുതൽ പ്രയോജനം ഉണ്ടാകും. Enhanced creativity and innovation. അതുപോലെ നമ്മുടെ ക്രിയാത്മകത, അതുപോലെ തന്നെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനായിട്ടുള്ള കഴിവ്, ഇതൊക്കെ വർദ്ധിച്ച് Better decision making and problem solving. അപ്പോൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാവും. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് പഠിക്കാൻ കഴിയും. So increased morale and motivation. അതുപോലെ നമ്മുടെ നമ്മുടെ ഒരു പ്രോത്സാഹനം, നമുക്ക് എങ്ങനെ കാര്യങ്ങൾ ഇത് ചെയ്യാനായിട്ടുള്ള ആത്മവിശ്വാസമൊക്കെ വർദ്ധിച്ചു വരും. Reduced error and improved quality. നമ്മുടെ തെറ്റുകൾ കുറച്ചുകൊണ്ട് വരാനായിട്ട് കഴിയും. So fostered learning and skill development. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് കഴിയും. Stronger relationships and communication. നമ്മുടെ ആശയവിനിമയം വർദ്ധിച്ചു വരും. Improved adaptability and resilience. അതുപോലെ നമുക്ക് സാഹചര്യങ്ങളോട് പെട്ടെന്ന് പൊരുത്തപ്പെടാനായിട്ട് കഴിയും. നീ എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ അതിജീവിക്കാനുള്ള അതിജീവനത്തിന്റെ കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. So even on this topic, this team building and collaboration, we can have one day workshop and training. ആക്ച്വലി ഈ ഒരൊറ്റ വിഷയത്തിന് തന്നെ ഒരു ദിവസത്തെ ട്രെയിനിങ് നമുക്ക് നടത്താനായിട്ട് കഴിയും. There are other soft skills such as time management. മറ്റൊരു പ്രധാനപ്പെട്ട സോഫ്റ്റ് സ്കില്ലാണ് നമ്മുടെ സമയത്തെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള ടൈം മാനേജ്. That is very, very important. If the program starts by 10 o'clock, you should be here by 9:30 or 9:45, not 10 o'clock or after 10 o'clock. നമ്മൾ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു വർക്ക്ഷോപ്പ് വെക്കുകയാണെങ്കിൽ ആ വർക്ക്ഷോപ്പിൽ 10 മണിക്ക് ആരംഭിക്കുന്ന മീറ്റിംഗ് നമ്മൾ 10 മണിക്ക് മുമ്പ് 9:30 എത്തിയിരിക്കുന്നവരായിരിക്കും. അല്ലാതെ 10 മണിക്കുള്ള തുടങ്ങുന്ന മീറ്റിങ്ങിന് 10:30 വരുന്നവരാകരുത്. Then adaptability. How do you adapt to the changing circumstances? സാഹചര്യങ്ങൾ വ്യത്യസ്തപ്പെടുന്നതനുസരിച്ച് കാര്യങ്ങൾ പൊരുത്തപ്പെടാനായിട്ട് നമ്മൾ പരിശീലിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു കാര്യമാണ്. See, I came in 1980 to Kerala. ഞാൻ 1982 കേരളത്തിൽ വന്നയാളാണ്. 80. So within a week I adapted to Kerala. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് കേരളത്തിലെ കാര്യങ്ങളുമായിട്ട് പെട്ടെന്ന് അങ്ങ് പൊരുത്തപ്പെടാനായിട്ട് കഴിഞ്ഞു. I had no problem to adjust with the Kerala's weather, with people, language, culture. I liked everything. കേരളത്തിലെ in Kerala. സംസ്കാരം, അതുപോലെ ഭാഷ, ആളുകള്, അതുപോലെ ഭക്ഷണം, വസ്ത്രധാരണം, അങ്ങനെ ഇവിടുത്തെ കാലാവസ്ഥ, ഇതെല്ലാമായിട്ട് എനിക്ക് വേഗത്തിൽ പൊരുത്തപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത്. I liked Puttu. I liked Nendran, especially with the boiling Nendran. I liked it. ഞാൻ ഈ പുട്ടും അതുപോലെ തന്നെ ഈ കേരളത്തിലുള്ള എല്ലാ ഭക്ഷണ രീതികളോടും നേന്ത്രക്കായും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമായി എന്നുള്ളതാണ്. See, the guests, they don't need to prepare anything special. Whatever they have on a daily routine, I liked it. അപ്പോൾ ആതിഥേയം ചെയ്യുന്ന ആളുകളൊക്കെ എനിക്ക് വേണ്ടി ഒരു പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്താ അവർ തരുന്നു അതൊക്കെ കഴിക്കാൻ ഞാൻ റെഡിയായിരുന്നു. See, I never ate this beef. We eat only mutton, but I did not have any problem eating beef. I liked it. No problem. അപ്പോൾ കേരളത്തിന് വെളിയിലുള്ള ആളുകൾ പൊതുവെ അങ്ങനെ ബീഫ് തിന്നുന്ന ഒരു രീതി അവർക്കില്ല. അപ്പോൾ സഹോദരൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അത് കിട്ടിയപ്പോഴേ അതിനോട് ഇഷ്ടമായി, അത് കൂടുതൽ കഴിച്ചു എന്നുള്ളതാണ് അല്ലേ? കൂടുതൽ കഴിച്ചിട്ടില്ല, എനിക്ക് പ്രശ്നമില്ല. I ate it. So നേരെ മറിച്ച്, so I brought a friend here and he liked the preparation. He ate it, but he thought it was mutton. But he consumed beef. അപ്പോൾ അതേ സ്ഥാനത്ത് എൻ്റെ കൂടെ വേറൊരാൾ വന്നയാള് താൻ ഇങ്ങനെ കൊടുത്തപ്പോൾ, ബീഫ് അങ്ങനെ ഒരുക്കി കൊടുത്തപ്പോൾ അത് കഴിച്ചു. പക്ഷെ താൻ അത് മട്ടണാന്ന് വിചാരിച്ചാണ് കഴിച്ചത്. But went home. After a week, he was told that he did not eat mutton but beef. എന്നാൽ താൻ വീട്ടിൽ പോയി ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കഴിച്ചത് യഥാർത്ഥത്തിൽ മട്ടണല്ല, മറിച്ച് അത് ബീഫായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ he vomited. താൻ അപ്പോൾ ഛർദ്ദിച്ചു എന്നാണ് പറയുന്നത്. After a week. ഒരാഴ്ച കഴിഞ്ഞ ശേഷം. See, the point is he could not adapt. He could not adapt with beef and he could not adapt with the bigger rice. I liked the bigger rice. So അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യന്, അദ്ദേഹത്തിന് അതുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സഹോദരനാണെങ്കിൽ ചോറ് ഒക്കെ സാധാരണ ഒരു ചെറിയ അരി ആഹാരമാണ് കഴിക്കുന്നത്. But when I came here, I liked the bigger one. So I could very easily adapt. Even this Malayalam, I could very, very easily speak, communicate. I liked it. So even I worked in this Kerala government for 8 to 10 years. I passed this Kerala Service Commission exam.
Kerala service. എനിക്ക് കേരളത്തിലെ ഭാഷ മലയാളം ഭാഷയുമായിട്ട് പൊരുത്തപ്പെടാനും എളുപ്പമായിരുന്നു. ഞാനവിടെ 7-8 കൊല്ലം കേരള ഗവൺമെൻറ് ഒരു ജോലിക്കാരനായി ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള സർവീസ് റൂൾ എന്ന് പറയുന്നത് പാസ്സായിട്ടുണ്ട്. അത് മലയാളത്തെ സംബന്ധിച്ചും അതിനകത്ത് എനിക്ക്. So how you change yourself to the changing circumstances is one of the soft skills. ഇപ്പോൾ നമ്മുടെ ഈ നൈപുണ്യ കഴിവുകൾ വർദ്ധിപ്പിക്കുന്ന ഭാഗത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളോട് എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത് എന്നുള്ളതാണ്. So brother lived in North India for so many years. So he also definitely, without adjusting to the North Indian culture, no, he cannot love the people, he cannot communicate to the people, he cannot communicate the gospel to them. ഈ സഹോദരനും വടക്കേ ഇന്ത്യയിൽ ഏറെ നാൾ താമസിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹവും അങ്ങനെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് അവിടെയുള്ള സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാതെ അങ്ങനെ അപ്രകാരം ജീവിക്കുവാനായിട്ട് കഴിയില്ലല്ലോ. അങ്ങനെ പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. So some of the children, they always live with the parents, but when they go to when they go to hostel, they have every reason to complain about everything. They complain about the food, they complain about the friends, they complain about the teacher, complain. നമുക്കറിയാം, No adaptability. മാതാപിതാക്കന്മാരോടൊപ്പം താമസിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം അവരുടെ ഉന്നത പഠനത്തിനായിട്ട് പുറത്തേക്ക് പോയി ഹോസ്റ്റലുകളിലൊക്കെ ചെന്നപ്പെടുന്ന കുട്ടികൾ പലപ്പോഴും ചിലരെങ്കിലും എപ്പോഴും പരാതിക്കാരായിട്ട് മാറുന്ന കണ്ടിട്ടുണ്ട്. അവർക്ക് അവിടുത്തെ ഭക്ഷണം ഇഷ്ടമാകുന്നില്ല, അവിടുത്തെ താമസം ഇഷ്ടമാകുന്നില്ല, ഒന്നും അവർക്ക് പിടിക്കുന്നില്ല. എപ്പോഴും കംപ്ലൈൻറ്റ്. Then problem solving and decision making, that's another dimension of soft skill. അപ്പോൾ അടുത്ത ചില നൈപുണ്യങ്ങളാണ്, സോഫ്റ്റ് സ്കില്ലുകളാണ് നമ്മളുടെ പ്രശ്ന പരിഹാരം, പ്രോബ്ലം സോൾവിങ്. അതുപോലെ തന്നെ decision making. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ. So every day we are taking decisions, every day problems are coming and we are solving problems. How to handle such problems? നമുക്കറിയാം, ജീവിതത്തിൽ നമുക്ക് ഒത്തിരി തീരുമാനങ്ങൾ എടുക്കേണ്ടവരാണ്. അപ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കണം. അത് മാത്രമല്ല, ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും ജീവിതത്തിലെ. പ്രശ്നങ്ങളാണ്, അതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. Then leadership and servant leaders. Now that's what we are going to discuss, and we are going to come with a lot of leadership traits. That's the next session is group discussion on leadership training. മറ്റൊരു പ്രധാനപ്പെട്ട സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് നേതൃത്വം അല്ലെങ്കിൽ നേതൃത്വ വാസനയെ വർദ്ധിപ്പിക്കുക. അപ്പോൾ അത് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഒരു ശുശ്രൂഷക്കാരൻ എന്ന നിലയിലായിരുന്നു കൊണ്ട് നേതാവായി പ്രവർത്തിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ് സെർവന്റ് ലീഡർഷിപ്പ്. So everyone in one way or other is a leader. അപ്പോൾ എല്ലാവരും തന്നെ ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ എല്ലാവരും നേതാക്കന്മാരാണ്. No, if 2 or 3 brothers are there, the elder brother is a leader for the other brothers and sisters. 2-3 പേർ എവിടെയെങ്കിലും കൂടുന്ന സ്ഥലത്ത് അതിൽ ഒരാൾ എന്തായാലും ഒരു നേതാവിന്റെ രീതിയിൽ പെരുമാറുന്നത് നമുക്ക് കാണാനായിട്ട്. So in a house, father is the leader. In the absence of father, mother is the leader. അതെ, ഒരു വീട്ടിൽ നമുക്കറിയാം അപ്പനാണ് നേതാവ്, അപ്പൻ ഇല്ലാത്ത അവസ്ഥയിൽ അമ്മയായിരിക്കും. Then emotional intelligence. അടുത്ത ഒരു കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ വൈകാരിക ബുദ്ധി. How do you manage your emotions? നമ്മുടെ വികാരങ്ങളെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യുവാൻ, എങ്ങനെ അതിനെ സൂക്ഷിക്കുവാനായിട്ട്, നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിക്കുവാനും പ്രകടിപ്പിക്കേണ്ടടുത്ത് പ്രകടിപ്പിക്കുവാനുമുള്ള ആ കഴിവിനെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. Then conflict resolution. അടുത്തത് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് നമുക്ക് എങ്ങനെ സങ്കീർണമായ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാനായിട്ട് കഴിയും. Then goal setting. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഒരു വിഷയമാണ് എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ലക്ഷ്യങ്ങളെ, ടാർഗറ്റുകളെ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്. Then public speaking. പിന്നെ ഒരു പ്രധാനപ്പെട്ട കഴിവാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗം പറയാൻ അല്ലെങ്കിൽ പൊതുജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ്. The list is not complete. ഈ ലിസ്റ്റ് ഒന്നും ഇതിൽ തന്നെ പൂർണ്ണമായിട്ടില്ല, ഒത്തിരി കാര്യങ്ങൾ ഇനിയും അതിനോട് ചേർക്കാനുണ്ട്. And there are some overlaps. We cannot put everything in the watertight compartment. There are some overlaps are also there. ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു വിഷയത്തിൽ പഠിച്ചത് മറ്റു വിഷയത്തിലും ബാധകമാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കയറി ഇറങ്ങിയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരെണ്ണം പഠിച്ചു അത് മതി, പിന്നെ വേറൊരെണ്ണം പഠിച്ചു, അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. So each topic can be considered for at least one day, one way or one week. അപ്പോൾ ആ നിലയിൽ പഠിക്കുകയാണെങ്കിൽ
ഓരോ വിഷയങ്ങളും ഒരു ദിവസം വെച്ചെങ്കിലും മിനിമം പഠിക്കേണ്ട വിഷയങ്ങളാണ് എന്നുള്ളത് പ്രത്യേകം ഞങ്ങൾ ഉറപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. Now what we are doing is only we are exposing you to such soft skills. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങൾ നൈപുണ്യം പ്രാപിക്കുവാനായിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇന്ന് ചെയ്യുന്ന കാര്യം. So we can train you. We can train you. ഞങ്ങൾക്ക് നിങ്ങളെ ആ നിലയിൽ പരിശീലിപ്പിക്കുവാനായിട്ട് ട്രെയിൻ ചെയ്യാനായിട്ട് കഴിയും. So by the grace of God we are having good trainers and experts. അപ്പോൾ ഈ ദൈവത്തിൻ്റെ കൃപയാൽ ഇങ്ങനെയുള്ള പരിശീലനം നൽകുവാൻ പ്രാപ്തരായ ആളുകൾ നമ്മളോട് ചേർന്നുണ്ട്. So are you willing to be trained or will you be available? That's a question. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്, പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾക്ക് ഇതിന് താല്പര്യമുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ ഇതിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ അതിന് അങ്ങനെ ഒരു ട്രെയിനിങ്ങിന് തയ്യാറാണെന്ന് നിങ്ങൾക്ക് മനസ്സുണ്ടോ? No, if you are willing and we are willing to come periodically and train you. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന് റെഡിയാണെങ്കിൽ അതിനുവേണ്ടി വരാനും നിങ്ങളെ ട്രെയിൻ ചെയ്യാനും ഒരുക്കമാണ്. So today we are only giving you a foretaste of these soft skills. അപ്പോൾ ഈ പരിശീലന പരിപാടിയുടെ ഏറ്റവും മനോഹരമായ ഈ പരിപാടിയുടെ ഒരു ആസ്വാദനത്തിനാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത്. So these soft skills you can use in your day-to-day daily life. അപ്പോൾ ഈ കഴിവുകൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും. And these soft skills you can use in the church. ഇതേ കഴിവുകൾ നിങ്ങളുടെ സഭയിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും. So what do you say? We need your feedback. If you are interested, we are willing to come and train you periodically. അപ്പോൾ നിങ്ങൾ അങ്ങനെ അതിനെപ്പറ്റി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് വീണ്ടും തുടരുന്നതാണ്. So our church leaders and elders they are taking steps towards that. അപ്പോൾ നമ്മുടെ സഭയുടെ മുതിർന്ന സഹോദരന്മാർ മൂപ്പന്മാർ ഇവരൊക്കെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനോട് യോജിക്കുക. So I want you to make best use of this opportunity. അപ്പോൾ ഈ അവസരത്തെ നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്താനായിട്ട് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യാം. I have a lot to tell, but I have told only something I have told. Just we have only scratched the tip of the iceberg. ഞാൻ ഒരു അല്പമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാൻ ബാക്കി കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താനായിട്ട്. So all these titles can be viewed through the glasses of the scripture. That is what most important. ഇതിനകത്തൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാര്യങ്ങളെല്ലാം ദൈവവചനത്തിൻ്റെ ഒരു കണ്ണാടിയിലൂടെയാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത് വേറെ എങ്ങും ലഭിക്കില്ല. So soft skill training with a biblical perspective. That is what we are considering. ദൈവവചനത്തിൻ്റെ ഒരു വീക്ഷണമാണ് ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ ഊന്നിപ്പറയുന്നത്. So I hope that you understand what we are doing here.